ഹലോ, അപ്പോൾ നമ്മൾ റൂമിൽ എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂം ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇത് മറൈൻ ഇൻ എന്ന് പറഞ്ഞ ഹോട്ടലിലത്തെ സ്യൂട്ട് റൂമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ റൂമിൽ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം കൂടിയുണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇവിടെ നമ്മുടെ ഡോറിൽ കണ്ടോ, ഈ ഒരു ഫ്ലോറിൻ്റെ കംപ്ലീറ്റ് പ്ലാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, റൂംസിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ. പിന്നെ നമ്മുടെ സ്വിച്ചൊക്കെ വരുന്നത് ഈ ഒരു സൈഡിലാണ്. അതുപോലെ നമുക്ക് ആവശ്യമുള്ള സർവീസുകൾ, ഇപ്പോൾ ക്ലീനിങ്, ലോണ്ട്രി, റൂം സർവീസ്, അങ്ങനെ ഡൈനിങ് സംബന്ധമായിട്ടുള്ള സർവീസുകൾ, അതിനൊക്കെ ഇവിടെ സെപ്പറേറ്റ് സ്വിച്ചുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാള് വരുന്നത്. നമുക്ക് ഡൈനിങ് ഉണ്ട്, 4 ചെയറുള്ള ഒരു ടേബിളുണ്ട്, അതുപോലെ ചെറിയൊരു ടീപ്പോയി, 2 കുഷ്യൻ സെറ്റ് കൂടിയിട്ടുള്ള ഒരു ഇതുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ ഹാളിൽ തന്നെ നമുക്ക് TV ഉണ്ട്, ചെറിയൊരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു ടേബിൾ ലാമ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഹാളിൽ തന്നെ നമുക്ക് ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട് കേട്ടോ, സെപ്പറേറ്റ് ആണ്. നമുക്ക് ഒരു ബെഡ്റൂമാണ്, ഇത് സ്യൂട്ട് റൂമാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്യൂട്ട് റൂമിൽ ബെഡ്റൂമിൽ ഓൾറെഡി ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട്, ഒരു വാഷ്റൂം വരുന്നുണ്ട്. അത് കൂടാതെ ഈ ഒരു ഹാളിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ടോയ്ലറ്റും കൂടെ വരുന്നുണ്ട്. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള സിമ്പിളായിട്ടുള്ള ഒരു വാഷ്റൂമാണ്. പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഒരു സ്പെഷ്യൽ ഒരു മിറർ ഉണ്ട് കേട്ടോ. ഈ ഒരു മിറർ ഇങ്ങനെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് കണ്ടോ, നോർമൽ മിററാണ്, കാണുന്നുണ്ടോ? ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് കണ്ടോ, നല്ല വലുപ്പത്തിൽ ലെൻസ് പോലെ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ സൗകര്യമായിരിക്കും, കാരണം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത് നമ്മുടെ ഡൈനിങ് ഏരിയയിൽ വരുന്നത് ഒരു കോർണറിലായിട്ട് ഇതുപോലെ ഒരു ടേബിൾ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കെറ്റിലുണ്ട്, ടീ കോഫി അതിനുള്ള പാക്കറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് മിനറൽ വാട്ടർ ഉണ്ട്. ഇതുപോലെ ഒരു ബാസ്ക്കറ്റിൽ നമുക്ക് കുറച്ച് റോസ്റ്റഡ് നട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിൽ നമുക്ക് 2 ഡ്രോയർ ഉണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്. അതിൻ്റെ താഴെ നമുക്ക് ഇതുപോലൊരു ഡോറുണ്ട്, അതിൻ്റെ ഉള്ളൊരു മിനി ഫ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ അതിൽ അത്യാവശ്യം കൂൾ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് ഈ ഡൈനിങ് ഹാളിലൊരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇതിൽ 3 വലിയ വിൻഡോസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിൻഡോസ് നമ്മൾ ഇങ്ങനെ നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എറണാകുളം സിറ്റി ഒക്കെ കാണാൻ പറ്റും. അതായത് ഇതിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോഴാണ് നമ്മുടെ എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റ്. അപ്പോൾ അതുപോലെ പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള, അതായത് ഇപ്പോൾ ഈ മറൈനേഡിൽ നമ്മൾ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം എത്തിപ്പെടാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട് ഇവിടെ അടുത്തൊക്കെ തന്നെ. അടുത്തതാണ് നമ്മുടെ ബെഡ്റൂം ഇതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിന് നമ്മുടെ ഡൈനിങ് ഏരിയയുടെ അത്ര തന്നെ വലുപ്പമുള്ള ഒരു അടിപൊളി ബെഡ്റൂം ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നത് ഒരു ക്യൂൻ സൈസിലുള്ള ഒരു ഫാമിലി കോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരാൾ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ബെഡ്റൂമിൽ നമുക്ക് TV ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം സ്റ്റോറേജിനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്, കണ്ണാടി ഉണ്ട്, പിന്നെ ടെലിഫോൺ ഉണ്ട്. ടെലിഫോൺ ഇതുപോലെ നമുക്ക് സർവീസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവരെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ബെഡ്റൂമിലെ സ്വിച്ചസ് ഒക്കെ ഇതേ ഇവിടെ തന്നെയാണ് വന്നിട്ടുള്ളത്. എല്ലാ ലൈറ്റ്സിൻ്റെയും സ്വിച്ച് ഇവിടെ തന്നെയുണ്ട്, കണ്ടില്ലേ? നമ്മുടെ ഈ ടേബിൾ ലാമ്പിൻ്റെയും ഹെഡ് ബോർഡിൻ്റെയും കംപ്ലീറ്റ് സ്വിച്ച് ഇവിടെ ഉണ്ട്. അതുപോലെ ഇതാണ് നമ്മുടെ ബെഡ്റൂമിലെ വാഷ്റൂം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഈ റൂമിലുണ്ടെന്ന് കേട്ടോ. അപ്പോൾ ആ ഭാഗമാണ് ഈ കാണുന്നത്, വിശാലമായ ഈ വാഷ്റൂം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വാഷ്റൂം എന്താണ് ഇത്ര ഫേവറേറ്റ് ആവാൻ കാരണം എന്ന് വെച്ചാൽ, അപ്പോൾ ഇവിടെ ഒരു ബാത്ത് ടബ് ഉണ്ട്. ബാത്ത് ടബ് എന്ന് പറഞ്ഞാൽ ഇതൊരു ജക്യുസിയാണ്. അതായത് നമുക്ക് ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും ഒക്കെ നമുക്കിതിൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് കുളിക്കാൻ പറ്റും. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വേറൊന്നുമല്ല, നല്ലതല്ല ഇങ്ങനെ ചൂടുവെള്ളമൊക്കെ നിറച്ചതിലിങ്ങനെ കുളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടു ആ ഒരു സംഭവം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഫേവറേറ്റ് പ്ലേസ്. അപ്പോൾ അത് കുറച്ച് വെള്ളമൊക്കെ നിറച്ചിട്ടിട്ടുണ്ട് ഞാൻ, ഇനി ബാക്കിയുള്ളതും കൂടെ ഫില്ല് ചെയ്യണം. പിന്നെ നമുക്ക് ഹെയർ ഡ്രയർ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ചെറിയ ഫോൺ വെച്ചിട്ടുണ്ട്, അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ നമുക്ക് സോപ്പ്, ഷാംപൂ അങ്ങനത്തെ ഉള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ, നമ്മുടെ ടോയ്ലറ്ററി ഐറ്റംസ് എല്ലാം വെച്ചിട്ടുണ്ട്. ഷേവിങ് കിറ്റ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എനിക്കിവിടെ ഒരുപാട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത് വേസ്റ്റേജ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോഴാണെങ്കിലൊക്കെ നമ്മൾ ടാപ്പിങ്ങിനെ ഓൺ ചെയ്തിടുന്ന സ്വഭാവം പലർക്കും ഉണ്ടല്ലോ. അപ്പോൾ എന്ന് വെച്ചാൽ ലിറ്റേഴ്സ് വാട്ടറാണ് വേസ്റ്റ് ആവുന്നത്. അതിൻ്റെ കറക്റ്റ് കണക്കൊക്കെ ഒരു ഇതിൽ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേസമയം നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് വാട്ടർ നമുക്ക് വേസ്റ്റ് ആക്കാതിരിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വാഷ്റൂമിലും അതെ, ഞാൻ ആദ്യം കാണിച്ച വാഷ്റൂമിൽ അവിടെയും അതെ ഇവിടെയും അതെ അവരൊരു ടംബ്ലർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം, നമുക്ക് വില്ലിങ് ആണെങ്കിൽ മാത്രം. അപ്പോൾ അതാണ് ജക്യുസിയുടെ വിശേഷം. അടുത്തത് ഷവറിൻ്റെ കാര്യമാണെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ ഷവറാണ്. വോളിൽ തന്നെ ഇത് 4 ഷവർ, മേളിലൊരു ഷവർ, ഒരു ഹാൻഡ് ഷവർ, അങ്ങനെ കുറേ ഷവറുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഹോട്ട് വാട്ടറും നോർമൽ വാട്ടറും എല്ലാം നമ്മൾ തുറന്നു കഴിഞ്ഞാൽ വരും. പാറുട്ടിന് റൂം ഇഷ്ടമായ? റൂമിലെ ഏറ്റവും ഇഷ്ടമായത് എന്താണ്? ഈ ഫോൺ.
ആ അതെന്താ സംഭവം എന്നറിയോ, ഇത് ലാൻഡ് ഫോൺ. ഇങ്ങനത്തെ ലാൻഡ് ഫോൺ ഇപ്പോൾ നമ്മുടെ വീടുകളിലൊന്നും ഇല്ല, എല്ലാവർക്കും മൊബൈലാണ്. നമ്മൾ 90s കിഡ്സിൻ്റെയൊക്കെ വീടുകളിൽ ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് ലാൻഡ് ഫോൺ എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇത് കണ്ടപ്പോൾ പാറുവിന് ഭയങ്കര ഇഷ്ടമായി. വന്നപ്പോൾ മുതൽ ആ ഫോണും വിട്ട് എന്തെങ്കിലുമൊക്കെ തൊടാനും പിടിക്കാനൊക്കെ ഉള്ളൊരു ഇതിലാണ് പാറു. ഭയങ്കര ഇഷ്ടമായി അങ്ങനത്തെ ഫോൺ. ഈശ്വരാണ്ട് ആരെങ്കിലും കിട്ടിയാ കുത്തിയിട്ട്? വീട്ടിലൊരെണ്ണം വാങ്ങി വെച്ചാൽ അങ്ങനത്തെ ഫോൺ. പിങ്ക് എൽസ മതി, പിങ്ക് എൽസ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ റൂമിൻ്റെ വിശേഷങ്ങൾ. അപ്പം ഇന്ന് നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് പോകാൻ പോവാണ്. അപ്പോൾ അടുത്ത കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം ഗൈസ്.